വന്നു നിന്നാലോർമകളെ ശ്യാമവർണ്ണൻ വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളെ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയും വന്നു നിന്നാലോർമകളെ ശ്യാമവർണ്ണൻ ഹൃദയരമണ ഇന്നെൻ്റെ വനിയിൽ കൊഴിഞ്ഞു പുഷ്പങ്ങൾ ജീവന്റെ താളങ്ങൾ വാർമുകിലേ വാനിൽ വന്നു നിന്നാലോർമകളെ ശ്യാമവർണ്ണൻ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയും വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളെ ശ്യാമവർണ്ണൻ. പാർവതി വന്ന് നിന്നപ്പോൾ മുഖത്തൊക്കെ എന്തായിരുന്നു ടെൻഷൻ. പാട്ട് തുടങ്ങിയപ്പോൾ പിന്നെ ഫുൾ അതിലോട്ടങ്ങ് ലയിച്ചു പോയി പാർവതി. നമ്മളും അതെ. ഓക്കെ, നമുക്ക് ചേട്ടനോടും ചേച്ചിമാരോടും ചോദിക്കാം. വിവേകേട്ടാ, പാർവതിയുടെ ടെൻഷൻ പാട്ട് തുടങ്ങിയപ്പോൾ ഞാൻ കണ്ടത് പിന്നെ ചേട്ടൻ്റെ മുഖത്താണ്.
ചേട്ടൻ അവിടെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നതെന്ന് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ കാണുന്നത്. നഖം ഒന്നും കടിക്കുന്നില്ല എന്നുള്ളു, ബാക്കിയൊക്കെ ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ നോക്കിയപ്പോൾ. നന്നായിട്ട് പാടി, ഒന്നും പറയാനില്ല. മറ്റേ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നതിൻ്റെ ഗുണമായിരിക്കും ഇത്. ഭയങ്കര നന്നായിട്ട് പാടി, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ, നന്നായിരുന്നു. അമ്മു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല നല്ല കുറേ നല്ല വാവ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. സംഗതിയൊക്കെ ഭയങ്കര ഭയങ്കര രസമായിട്ട് പാടുണ്ടായിരുന്നു. സഭയിച്ച് ചില സമയത്തൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് എന്നൊക്കെ കൈയടിക്കാനുള്ള ഒരു ഇതിലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നന്നായി തന്നെ പാടി. സൗഭാഗ്യ മോളെ ഞാൻ ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത മൊത്തം ആസ് എ ഡാൻസർ ആയിരുന്നു ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ക്ലാസിക്കൽ ഡാൻസ് എന്നുള്ള രീതിയിൽ മോളുടെ സോങ് എന്നെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരുന്നു ഡാൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ വോയിസ് മോളുടെ, ക്ലാസിക്കലിലൊക്കെ പറ്റിയ വോയിസ് ആണ്. ആൻഡ് മോളുടെ സോങ് സെലക്ഷൻ നന്നായിട്ടുണ്ട്. എന്താ പറയുക മോളെ, കീപ്പ് ഇറ്റ് അപ്പ്, ഇതേപോലെ തന്നെ മുന്നോട്ട് പോകും. ഇപ്പം എന്നെ ഒരാളെ ഇപ്പം മോൾക്ക് ആ ഒരു ലെവലിലേക്ക് എൻലൈറ്റൻ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ ഒരു ഫീൽഡിൽ എത്തിക്കാണും. അതായിരിക്കും മോളുടെ വിജയം എന്ന് പറയുന്നത്. സോ കണ്ടിന്യൂ ഡൂയിങ് ദിസ്, ഓൾ ദ വെരി ബെസ്റ്റ് മോളെ. പാർവതി പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും കല ഉണ്ടോ പാർവതിക്ക്? ഡാൻസ് കളിക്കോ? വീട്ടിലൊക്കെ ചെറുതായിട്ടുണ്ട്. വീട്ടിൽ ഡാൻസ് കളിക്കാറുണ്ടോ? ചെറുതായിട്ട്. എന്തോ സിനിമാറ്റിക് ഡാൻസ് ആണോ? സിനിമാറ്റിക് ഡാൻസ്. അത് ശരി. അപ്പൊ അടുത്തൊരു പെർഫോമൻസ് സിനിമാറ്റിക് ഡാൻസ് ആയിക്കോട്ടെ. രണ്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് വരാം. വേറെന്ത് ചെയ്യും? വേറെന്തൊക്കെയുണ്ട് കലാപരമായിട്ട്? പടം വരയ്ക്കും. പടം വരയ്ക്കോ? നന്നായിട്ട് വരയ്ക്കും. പാറുക്കുട്ടി ഇപ്പൊ പാടിയ പാട്ടൊരു 4 വരി പാടാമെങ്കിൽ സ്വാഭാവിക ഡാൻസ് കളിക്കാൻ പറ്റുമോ? ഒന്ന് ഷുവർ, ഐ വുഡ് ബി ഹാപ്പി. അപ്പൊ നമ്മളും നല്ല ഹാപ്പി ആയിരിക്കും. സൗഭാഗ്യ ഡാൻസും കൂടെ കാണാമല്ലോ. ആ ഒരു മനോഹരമായ പാട്ടിലൊരു 4 വരി. രണ്ടുപേരും അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയും വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ. അടിപൊളിയായിരുന്നു സൗഭാഗ്യ, അടിപൊളിയായിരുന്നു പാറു. കാരണം എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. പാറുവിന്റെ പാട്ട് കാണാൻ വേണം, കേൾക്കാൻ വേണം, സൗഭാഗ്യയുടെ ഡാൻസ് എങ്ങോട്ട് നോക്കാം. നല്ല രണ്ടും കൂടെ ചേർന്ന് ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു പെർഫോമൻസ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഹാപ്പി ബർത്ത്ഡേ ചാർജി, ഹാപ്പി ബർത്ത്ഡേ. ഭയങ്കര നന്നായിരുന്നു കേട്ടോ. ഈ ഒരു പാട്ടില് രണ്ടുപേരും കൂടെ ചേർന്ന് പൊളിച്ചടുക്കി. ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു യു പാറുക്കുട്ടി. ഇഷ്ടമായോ? സൗഭാഗ്യ സമ്മതിക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് പറഞ്ഞ സമയം കൊണ്ട് ഇറങ്ങിപ്പോയി, ഒരു മടിയും കൂടെ ഡാൻസും ചെയ്തു. ആ സോങ് അത്രയും എന്നെ ഇൻസ്പയർ ചെയ്തു. അതാണ്, അല്ലെങ്കിൽ ഇത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് വിത്തിൻ മിനിറ്റ്സ് ആ സംഭവം കമ്പോസ് ചെയ്ത് ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാറ്റ്സ് ഓഫ്. അപ്പൊ പാറുക്കുട്ടി, എന്തായാലും ഈ ഒരു പെർഫോമൻസിന്റെ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എലിമിനേഷൻ എപ്പിസോഡ് വരും, അന്നേ അറിയാൻ പറ്റുള്ളൂ. 10 വരേക്കും ഇതുപോലെ നല്ല നല്ല പാട്ടുകളായിട്ട് വരിക. നമ്മുടെ അമ്മൂനും സൗഭാഗ്യക്കും ഒക്കെ ഡാൻസ് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ടൊക്കെ കൊണ്ടുവന്നാൽ ഇവിടെ നമുക്ക് പെർഫോമൻസ് കൂടെ കാണാം. പലപ്പോഴും വിവേകേട്ടനെ കൂടെ നമുക്ക് ക്ലാസിക്കൽ കളിപ്പിക്കാം, നന്നായിരിക്കും. ഷോ ഇനിയും ഒരുപാട് മുൻപോട്ട് പോവാനുണ്ട്. ഓക്കെ, എന്തായാലും മോളെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.